താമസം കുറെ ദൂരെ ആണേലും ഇവിടെ കൂടെ ഉണ്ട്. ഇവിടെ നടക്കുന്ന എല്ലാ നല്ല കാര്യത്തിനും അമ്മൂക്ക മുമ്പക്ക. ഞമ്മളെ വാപ്പ ആദ്യം ഇവിടെ കച്ചവടത്തിന് വന്നപ്പോ ഈ ജോസിന്റെയും ജോയിന്റെ ഒക്കെ അപ്പന്മാരാണ് വാപ്പയെ സഹായിച്ചത്. നമുക്കത് മറക്കാൻ നോക്കുക. ആട്ടെ, ബാബു സാറിന്റെ വീട് എവിടെയാന്ന് പറഞ്ഞില്ലല്ല? കുറച്ച് ദൂരെയാ. ജോസേ, ഒരു 10 രൂപ കാശ് കണ്ട്. മോനൊരു കുറവില്ല. നമ്മളെ രാജപ്പൻ ഡോക്ടർ ഒന്നുകൂടി കാണിക്കാനാ. കുഞ്ഞിനെ അങ്ങനെ കല്ലുകുട്ടി ഒരു കുറവുമില്ല ചേട്ടത്തി. കുഞ്ഞിന് എന്താ അസുഖം? വയറ്റിളക്കം ചെറുതിൽ പോവാ. രാജപ്പൻ ഡോക്ടർ ഗുളിക തന്നു. അതിന്റെ പകുതി കൊടുത്ത പിന്നെ വയറ്റിന് വെള്ളം പോലെ പോകുന്നേ. എന്ത് മരുന്നാ കൊടുത്തത്? ഒരു വെളുത്ത ഗുളിക ഇതാക്കിട്ട്. ഞാനൊരു മരുന്നിനെ കുറിച്ച് തരാം, മേടിച്ചു കൊടുക്കാം. സംശയിക്കണ്ട, മേടിച്ചു കൊടുത്തട്ടെ. ജോസേ, ഇച്ചിരി കടലാസം മേടിച്ചു തന്നെ. പേരുകുട്ടി, ഒരു കടലാസം പെൻസിലിംഗ് എടുത്താടി. കുഞ്ഞിനെ ഇങ്ങോട്ട് തന്നേര്. അല്ല, സാറിന് മരുന്ന് കുറിക്കാൻ അറിയാവാ? ഈ മരുന്ന് വാങ്ങി 1/2 ഗുളിക വീതം 3 നേരം കൊടുക്കും. കാശ് വേണ്ടേ? അത് ഞാൻ മറന്നു. മോനെന്തു പറ്റിയടാ? കുമാര്, തന്റെ കൂട്ടുകാരൻ കുറിച്ച് മരുന്ന് മേടിച്ചു കൊടുക്കാവാ. കണ്ടിട്ട് ഏതാണ്ടൊക്കെ അറിയാവുന്ന ആളല്ല തോന്നണേ. ചിലപ്പോ ഏതെങ്കിലും മരുന്ന് ഷാപ്പിൽ എടുത്തു കൊടുക്കാൻ ആളായിരിക്കാം. പണ്ടം കണ്ട് കൈ കിട്ടാൻ നിന്ന രാജപ്പൻ ഡോക്ടറുടെ മരുന്ന് കൊടുക്കാമെങ്കിൽ ഇതൊന്ന് കൊടുത്തു നോക്ക്. കൊടുത്തു നോക്കാം. നെല്ലിക്കുട്ടി, നീ വീട്ടിലേക്ക് പോയിക്കോ, ഞാനിപ്പോ വന്നേക്കാം. അവളിവിടെ നിൽക്കട്ടെ, നീ മരുന്ന് മേടിച്ചോണ്ട് പോവാ. നീ വാടി. ഒരു മേലിക്കോട്ടെ, ഇപ്പൊ വസ്താവെന്ന്. തെമ്മേല് കാറ് കാണുന്നുണ്ടല്ലോ. കാറ്റുണ്ടല്ല, കാറ് മാറും. വരി, നമ്മുടെ ചങ്ങായിക്കും വെള്ളത്തിൽ പോരണമെന്നുണ്ട്. ആര്, ബാബു സാറോ? വേണ്ട വേണ്ട, കടൽ ചൊരിക്കിന്റെ വാളടിക്കും സാറേ. അത് സാരമില്ല. സാരമുണ്ട്. ഞങ്ങള് വള്ളത്തിൽ പോയി മീൻ പിടിച്ചുകൊണ്ടുവരാം. സാറ് ഈ കരക്കിരുന്നാ മതി. എന്റെ കുഞ്ഞുമോന് വന്നതുപോലെ ആർക്കെങ്കിലും ദണ്ണം വരികയാണെങ്കിൽ നോക്കാനൊരാള് വേണമല്ല. കുഞ്ഞിന് എങ്ങനെയുണ്ട്? സാറിന്റെ ഒറ്റ നേരത്തെ മരുന്ന് കൊടുത്തപ്പോഴേ സൂക്കേട് പോയി. സത്യം പറയാലോ, സാറ് മരുന്നിനെ കുറിച്ച് ചെന്നപ്പം എനിക്ക് ഇച്ചിരി സംശയം ഉണ്ടായിരുന്നു. സാറിന് ചികിത്സിക്കാൻ അറിയാമോ? ഇപ്പൊ മനസ്സിലായില്ലേ സാറിന് ചികിത്സിക്കാൻ അറിയാമെന്ന്? കൊള്ളാം. സാറില്ലായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞുമോനെ മെഡിക്കലിൽ കൊണ്ടുപോയി വന്നേനെ. സാറേ, നമ്മുടെ വയറ്റിന് ഇവിടെ ആയിട്ട് ചിലപ്പോൾ വേദന. ഒത്തിരി മരുന്ന് കഴിച്ചതാ. ഒന്ന് നോക്കട്ടെ. എത്ര ആളായി തുടങ്ങിയിട്ട്? കുറച്ചു നാളായി. ഇവിടാണോ? കുറച്ച് താപ്പോട്ട്. അവിടെ. ഇതെന്താ മമ്മൂക്ക, കടാപ്പുറം ആശുപത്രിയാക്കാൻ പോവാണാ? ഈ കടപ്പുറത്ത് നമുക്ക് നല്ലൊരു ആശുപത്രി ഉണ്ടാക്കാൻ പറ്റൂ. കാശും ചക്രവും പെരുത്തില്ലെങ്കിലും നമുക്കെല്ലാം പടച്ചോന്നെന്ന നല്ലൊരു മനസ്സില്ലേ? നമ്മളെല്ലാം ഒത്തുകൂടിയ ഒന്നാമതൊരു ആശുപത്രി ബാബു സാറിന് ഉണ്ടാക്കി കൊടുക്കാം. മതി, അലോലിക്ക് വെച്ച് പിടിച്ചോ. എന്താ മോളെ, എന്തിനാ കരയുന്നേ? പറയൂ, എന്തുണ്ടായി? ഞാൻ കളിക്കാൻ ഓഫീസ് മുറി കയറിയപ്പോ ഉഷാന്റെ അമ്മ എന്നെ ഇവിടെ പിടിച്ച് പിച്ചി. താഴത്ത് കിടക്കുന്ന പോലെ കൊച്ചം പറയുന്നുണ്ട്, പുറത്തു പറയാൻ കൊള്ളില്ല. ആ പെണ്ണും പിള്ളേ മകള് വന്നു കയറി അന്ന് തുടങ്ങിയതേ കുഞ്ഞുങ്ങളുടെ കാലക്കേട്. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല കുഞ്ഞെ. ഇല്ല, ഇതിങ്ങനെ വിട്ടാ പറ്റില്ല.
എന്റെ കുടുംബജീവിതം തകർക്കാനാണോ നിങ്ങളിവിടെ വന്നിരിക്കുന്നത്? ഇത് നല്ല കൂത്ത്. നിന്റെ കുടുംബജീവിതം ആര് തകർത്തുന്ന നീ പറയുന്നത്? ആര് തകർക്കുന്നോ? ചെന്ന് നോക്കൂ. എന്റെ ഭർത്താവിന്റെ കൂടെ നിങ്ങളുടെ മോള് കിടക്കുന്നത് നിങ്ങൾക്കത് അറിഞ്ഞുകൂടല്ലേ? ഓ, ഇതാണോ കാര്യം? എന്റെ മോക്കെ നിന്റെ ഭർത്താവിന്റെ ആവശ്യമൊന്നുമില്ല. അവൾക്ക് 100 പേരെ കിട്ടും. പിന്നെ അവനവളുടെ മുറച്ചെറുക്കനല്ലേ എന്തെങ്കിലും കളി തമാശയൊക്കെ പറഞ്ഞിരിക്കും. അതിലത്തെ ചാടാനെന്തിരിക്കുന്നു? തമാശയാണല്ലേ തമാശ? പ്രായമായ പെണ്ണൊരു പുരുഷനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നതാണോ നിങ്ങളുടെ തമാശ? ഈ നിമിഷം മകളെ വിളിച്ചോണ്ട് ഇവിടെ ഇറങ്ങാം. അത് പറയാൻ നീ ആര്? ഇവരോട് ഇവിടെ ഇറങ്ങിപ്പോകാൻ പറയാൻ നീ ആരാണെന്നാ ചോദിച്ചത്? നിങ്ങളുടെ ഭാര്യ. ഭാര്യ? ആ വാക്ക് പറയാൻ നിനക്ക് അർഹതയുണ്ടോ? നിന്റെ ഇഷ്ടം പോലെ നീ നടന്നില്ലേ? എന്റെ ഇഷ്ടത്തിന് ഞാനും ജീവിക്കും. അതെന്റെ കണ്ണുമ്പിൽ നടക്കില്ല. യു ബ്ലഡി! ശബ്ദിച്ചു പോകരുത്. ശബ്ദിച്ചാൽ എല്ലാത്തിനും ഞാൻ കൊന്നുകളയും. കരയാതെ മോളെ, മോൾ കരയാതെ. കുഞ്ഞിനെ തല്ലിയോ? കാര്യം എന്താ കുഞ്ഞെ? എന്നെ എന്റെ വിധിയാ കുമാരേട്ട. മക്കളെ, ഏരിക്കുട്ടി, ബാവുവിന്റെ ഉടുപ്പാ ഒരു ചെറിയ കീറല്. ഇതൊന്ന് തയ്ച്ചേ, ഇല്ലെങ്കിൽ അലക്കുമ്പോ മുഴുവൻ കീറിപ്പോവും. മേരിക്കുട്ടി, എന്റെ ഷർട്ട് കഴിക്കണം. നോക്കട്ടെ. അതിനെന്താ? അമ്മച്ചി നാട്ടുകാരൊക്കെ അറിഞ്ഞ നിന്നെ കെട്ട. എടി മേരിക്കുട്ടി, ഉടുപ്പ് തയ്ക്കാൻ പറഞ്ഞിട്ട് നീ ഇരുന്ന് കനാവ് കാണുവാണ്. എളുപ്പം തയ്ക്കടി. ഇപ്പൊ തരാമച്ചി. ഈ ഓണമുണ്ടാക്കണോ അതിനെ വള്ളത്തിൽ പോയോ?
എല്ലാം മത്തിയാണല്ലോടാ. എന്താടാ, വലിയ മീനൊന്നും ഇല്ലയോടാ? ഇല്ല ഉം? ഇല്ല. ഉം. ഉം. ഏയ്. എന്റെ പൊന്ന് റപ്പായിച്ചേട്ടാ, ഇതെടുക്കരുത്. വീട്ടാവശ്യത്തിനുള്ളതാ. റപ്പായിച്ചേട്ടനെ കാശ് ഞാൻ തരാം. ഉം. ഛീ, നീ റപ്പായുടെ കൈക്ക് പിടിക്കാനായോ നായെ? എന്താ റപ്പായി? ഇവരൊക്കെ ജോലി ചെയ്ത് ജീവിക്കുന്നവരല്ലേ? ആ മീൻ തിരിച്ചു കൊടുത്തേക്ക്. ആ, എടുത്തോ. എന്താ നമുക്ക് നോക്കിക്കണേ? പോയി അറിയാ. ശാന്തമ്മേ, റപ്പായുടെ അടികൊണ്ട് 4-5 പേര് ഇപ്പൊ ഇവിടെ വരും. അമോണിയം ടാബ്ലറ്റ് ഉണ്ടല്ലോ? ഉണ്ട്. പക്ഷെ ഡോക്ടർ ഐഡിയൻ തീർന്നിരിക്കുക. സാരമില്ല, ആ കുപ്പിക്കകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കുലുക്കി അവിടെ വെച്ചാൽ മതി. ഡോക്ടർ, ആരെ ഒരാളെ താങ്ങി പിടിച്ചോണ്ട് വരുന്നുണ്ടല്ലോ. വരട്ടെ വരട്ടെ, നമുക്ക് എടുക്കാം. ഡോക്ടർ, അത് നമ്മൾ റപ്പായി ചേട്ടനാ. ചതിക്കോ? അവനിട്ടാണോ കിട്ടിയത്? ശ്ശോ, ഇനി അവനെ ചികിത്സിക്കാൻ വേണം, ചെലവിനും കൊടുക്കണം. ഏതായാലും ബെഡ് റെഡിയാക്കി. ആരായാലും അറിഞ്ഞ് പെരുമാറിയിട്ടുണ്ടല്ലോ റപ്പായി. ഒരക്കടി പറ്റിപ്പോയി ഡോക്ടറെ. അവർ ഒരുപാട് പേരുണ്ടായിരുന്നു. അതുകൊള്ള ബാലേട്ടന്റെ മനസ്സിന് വലിയ ടെൻഷൻ. കുറച്ചു ദിവസത്തേക്ക് ഇവിടുന്ന് മാറി നിന്നില്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾ കുറച്ചു ദിവസത്തേക്ക് ഊട്ടിയിലോ കാശ്മീരിലോ എവിടെയെങ്കിലും മാറി താമസിക്കണം. ഞങ്ങൾ ഇന്ന് പോവാണ് മമ്മി. എങ്ങോട്ട്? തേക്കടിക്ക്. ഓ, നല്ല സ്ഥലമാ. നിന്റെ ഡാഡി ഉണ്ടായിരുന്നെങ്കിൽ ഞാനും കൂടെ വന്നേനെ. സാറേ, നിങ്ങൾ പോയിട്ട് വരും. ശരി മമ്മി. പിന്നെ ഞാൻ പറഞ്ഞതൊന്നും മറക്കരുത്. അറിഞ്ഞ് വേണ്ടതുപോലെ പെരുമാറിക്കൊള്ളണം. അത് എനിക്ക് ഓർമ്മയുണ്ട് മമ്മി.